ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കണം എന്ന് തോന്നാറുണ്ട്. പക്ഷെ അത് പറയാൻ നോക്കവേ ഡിസോൾവ് ആയി പോകുന്ന പോലെ തോന്നുന്നു. പെട്ടെന്ന് അതിനുള്ള ഉത്തരം ഉള്ളിൽ നിന്ന് വരുന്നത് പോലെ തോന്നുന്നു. The questions are getting dissolved suddenly. Queries come that I want to ask this particular question to sir. But at the very moment it gets dissolved. ഇതൊരു തോന്നലാണോ സർ? അതൊരു ആത്മാവിന്റെ വഴിയാണോ? What is this mystery? ചോദ്യം വരുന്നത് എവിടെ നിന്നാണ് ശരിക്കും നോക്കിയിട്ടുണ്ടോ? Where is it coming from? എന്നിൽ നിന്ന്. Exactly. So who has the question? I have the question. I have the question. Prior to the retreat, നമ്മളെല്ലാവരും എന്താ ചെയ്യുക? When we have a question, ആ question it pops up in our mind. എന്നിട്ട് അതിന് ഉത്തരം നമ്മൾ മൈൻഡിൽ തന്നെ അന്വേഷിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ റെഗുലറായിട്ട് നമ്മൾ ആത്മവിചാരം ചെയ്യുന്നു, റിട്രീറ്റിൽ പങ്കെടുക്കുന്നു, ഫോളോ അപ്പ് സെഷനിൽ പങ്കെടുക്കുന്നു, ഇങ്ങനെ പല പല പരിപാടികളിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറേ ഏറെ ഒരു എക്സ്പീരിയൻസ് ആയി എങ്ങനെയാണ് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം നമുക്കറിയാം. അപ്പോൾ ഒരു ചോദ്യം വരുമ്പോൾ നമുക്കറിയാം അത് മനസ്സിലാണ് ചോദ്യം വന്നത്, ആ ചോദ്യം ഒരു ചിന്തയാണ് എന്നറിയാം. ആ ചിന്ത ആർക്കാണ് വന്നത് എന്നല്ലേ നമ്മൾ അന്വേഷിക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചത്. ആർക്കാണ് ആ ചോദ്യം വന്നത് എന്ന് അന്വേഷിക്കുമെന്ന് സംഭവിക്കും. ഉത്തരം എന്തായിരിക്കും? എനിക്ക്. ആരാണോ ആ ചോദ്യം ചോദിച്ചത്, ആ ചോദ്യം ഒരു ചിന്തയാണ്, ആ ചിന്ത വന്നത് എനിക്കാണ്. അപ്പോൾ അറിയാതെ നമ്മൾ അടുത്ത ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും. എന്താത്? ആരാണ്? ഈ ഞാൻ. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ഞാനിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലും അറിയാതെ. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ഞാൻ അവിടെ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ആർക്കായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത്? നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഞാൻ അല്ലേ? അപ്പോൾ ആ ഞാൻ അവിടെ ഇല്ലാതെയാകുമ്പോൾ പിന്നെ ചോദ്യം ഓട്ടോമാറ്റിക്കായിട്ട് ആക്ച്വലി ഡിസൊല്യൂഷൻ സംഭവിച്ചത് ചോദ്യത്തിനല്ല, ഡിസൊല്യൂഷൻ സംഭവിച്ചത് ഈഗോയ്ക്കാണ്. അപ്പോൾ ഈഗോ ഡിസോൾവ് ആകുന്ന സമയത്ത് എല്ലാം ഡിസോൾവ് ആകും. സോ ദർ ഇസ് നോ നീഡ് ടു ആസ്ക്. In fact, that question was not built on a very solid foundation. Strong foundationലായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ സംശയം പറയുന്നത്. So when the light of the self shines on the ego, it sucks the ego back into itself. അപ്പോൾ ഈഗോൻ്റെ മുകളിലായിരുന്നു കണ്ടമാനം ചോദ്യങ്ങളും ചിന്തകളും എല്ലാം ഉണ്ടായിരുന്നത്. ആ ഒരു സക്കിംഗ് പവറിൽ എന്ത് സംഭവിക്കുന്നു? എവറിത്തിങ് ഗെറ്റ്സ് ഡിസോൾവ്ഡ് അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ് ബിക്കോസ് ദി ഐ ഹാസ് ബിക്കം അനൈഹിലേറ്റഡ്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടാകുന്നത്. വിച്ച് ഇസ് വെരി നൈസ്, വിച്ച് ഇസ് ഗുഡ്. ഇറ്റ് ഈസ് ഫാർ ബെറ്റർ ദാൻ ഫൈൻഡിങ് എൻ ആൻസർ ഫോർ ആ ക്വസ്റ്റ്യൻ. കാരണം ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിച്ചാലും ആ ഉത്തരം ലഭിക്കുന്നതും ഞാൻ എന്ന വസ്തുവിന് തന്നെയാണ്. പുള്ളി സത്യമല്ലല്ലോ. So he'll be waiting for the next opportunity to raise another question. So it is always better to finish him off so that no more questions arise. Clear ayallo alle? Yes, very clear. Good. Thank you so much.